അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ടെറാക്കോട്ട ആഭരണങ്ങൾ വീട്ടിൽ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ടൈം പാസ് പോലെയോ നിങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയ വ്യവസായം പോലെയൊക്കെ തുടങ്ങാമെന്നൊക്കെ ആഗ്രഹിച്ച് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ എൻക്വയറീസ് ഒന്നും വന്നില്ല. പക്ഷേ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഞാൻ നേരത്തെ എൻ്റെ തമ്മയിലും അതുപോലെ തന്നെ ബാക്കി ഫോട്ടോസിലൊക്കെ കാണിച്ച അതേ മാലയാണ് കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ ഒരു മാല പോലെ ഉണ്ടാക്കിയതാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇയർ റിംഗ് ആണ്. ഞാൻ ഈ കവർന്നെടുത്ത് കാണിക്കണ്ടല്ലോ അല്ലേ. ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഇടവിട്ട് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ബീഡ്സ് വന്നത്. ഇത് മൊത്തം പോളിമർ ക്ലേ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു കളർ വേരിയേഷൻ ഞാനത് അതിൻ്റെ പണിയിലാണ്, പൂർത്തിയാക്കിയിട്ടില്ല. ബ്ലൂ കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഈ സാധനം അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് ഒരു മാല അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്ലേ ആണ്. ഞാനിവിടെ എടുക്കുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. എയർ ഡ്രൈ പോളിമർ ക്ലേ ആണ്, വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴും നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് കനലിൽ ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞ് റൂമിൽ തന്നെ വെക്കാം. അത് കാറ്റ് കൊണ്ട് അങ്ങനെ ഉണങ്ങിക്കോളും. അതാണ് ഇത് എയർ ഡ്രൈ ക്ലേ എന്നുള്ള ഒരു ലേബൽ ഇതിന്. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു നൂല് ഉപയോഗിക്കണമായിരിക്കും എപ്പോഴും ഈസി. നമുക്ക് ഈസി ആയിട്ട് ആവശ്യമുള്ള അത്രയും ക്ലേ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത്രയും ക്ലേ ആണ് എടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ആവശ്യമുള്ള അത്രയും ക്ലേ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത്രയും ക്ലേ ആണ് ഞാൻ ഇപ്പോൾ ഇനീഷ്യലി യൂസ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ഞാൻ പറഞ്ഞു, ഇതധികം നേരം നമുക്ക് കാറ്റ് കൊള്ളിച്ച് വെക്കാൻ പറ്റില്ല. അധികം നേരം കാറ്റ് കൊള്ളിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സാധനം നന്നായിട്ട് സീൽ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കമൻസിലൂടെ. നമ്മളെടുത്ത ക്ലേ നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇതാക്കുക. അതിന് ശേഷം ചിലരൊക്കെ പൗഡറൊക്കെ ഇടുന്ന കാണാറുണ്ട് കേട്ടോ. ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ക്ലേ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണ്. ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഓൺലൈനിലൊക്കെ. ഞാനിത് 2-3 തവണ ഒന്ന് പരത്തി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീണ്ടും ഇതിങ്ങനെ വെച്ച് വീണ്ടും ഒന്നുകൂടി പരത്തി വീണ്ടും മടക്കി വീണ്ടും നല്ലപോലെ പരത്തി ഇങ്ങനെ ഒരു 2-3 തവണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലേ നല്ലപോലെ നല്ല ഇതിലായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഒരേ ലെവലിൽ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തെയ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ സെമി സർക്കിളിൽ ആ ഒരു ഷേപ്പിലുള്ള ഇത് വേണം. അപ്പം നിങ്ങളുടെ ലോക്കറ്റിന് എത്ര വിട്ടൊക്കെ വേണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ ചെയ്യണത്, ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഇത്രയും വിട്ടിൽ വയ്ക്കുന്നുണ്ട്. അപ്പം ഇവിടെ ബേസ് ഒന്ന് ലെവൽ ചെയ്തെടുത്തോളൂ. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് വരച്ച് ജോയിൻ ചെയ്യുക. എക്സ്ട്രാ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അടർത്തി മാറ്റാം കേട്ടോ. ഞാൻ ആ ഷേപ്പ്
ഇതാണ് നമ്മുടെ പരത്തി ഉണ്ടാക്കിയ സ്ലാബ് കേട്ടോ. അത് സ്ലാബിൽ നിന്ന് ഞാൻ ജസ്റ്റ് എടുത്തു. എന്നിട്ട് ഈസി ആയിട്ട് ഇനി ഇത് നമുക്ക് വരാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, ആ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഇനി ഷേപ്പിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കാൻ, സർഫേസ് ഒക്കെ സ്മൂത്ത് ആക്കാൻ എന്താ ചെയ്യുക? ഒന്നുമില്ല, അതിന് നമുക്ക് വെള്ളം മാത്രം മതി. പിന്നെ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതിൻ്റെ സർഫസ് ഒക്കെ നമുക്കൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം തൊട്ട് ക്ലേ ഷേപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുമാത്രമല്ല 2 ക്ലേ പീസസ് തമ്മിൽ ജോയിൻ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ തന്നെയാണ് കേട്ടോ. ഇനി ഇതിന് വേറെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാട്ടർ തന്നെ ധാരാളമാണ് 2 ക്ലേ പീസസ് ഒട്ടിക്കാൻ വേണ്ടി. ബാക്കിലൊന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കൊടുത്ത് 2 ക്ലേ പീസസ് കുറച്ച് വെള്ളം കൂടി അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. പിന്നെ ബാക്കി ഇതാ പോളിഷിങ് പണിയാണ്. വെള്ളം തൊട്ട് മെല്ലെ മെല്ലെ നമുക്കത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫേസും ബാക്കി കാര്യങ്ങളൊക്കെ മെർജ് ചെയ്ത് ചേർക്കലാണ് കേട്ടോ. ഞാൻ 2-3 പീസസ് ഓൾറെഡി ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇതാണ് എൻ്റെ ലോക്കറ്റിൻ്റെ ഔട്ട്ലൈൻ. ഇനി ഇതിലാണ് ബാക്കി പണികളെല്ലാം. ക്ലേയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതേ ഒരു കിറ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പലതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ ക്ലേയിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഡിസൈൻസ് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഓരോന്ന് പഠിച്ച് വരണം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലേ ആർട്ട് അല്ലെങ്കിൽ ക്ലേയിൽ ഡിസൈൻസ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പെണ്ണിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഒരു കോയിനോ അല്ലെങ്കിൽ ഒരേ ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സിലുള്ള ചെറിയ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് പെന്നിൻ്റെ ഒരു ട്യൂബാണ് എടുക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ഹോൾസ് ഇടുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഈ ഒരു ലോക്കറ്റിൻ്റെ ഡിസൈൻ ഒരു പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഐഡിയ ഞാൻ ആ പേപ്പറിൽ പകർത്തിയതിന് ശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത് തന്നെ. അപ്പോൾ ലോക്കറ്റിൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇനി താഴേക്ക് ക്ലേ ബീഡ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹാങ്ങിങ് ചെറിയ ലൂപ്പുകൾ ഞാനിങ്ങനെ ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഇതൊക്കെ ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യണം കേട്ടോ. ഇത് ലോക്കറ്റ് ഉണങ്ങി പിന്നെ അറ്റാച്ച് ചെയ്യാമെന്ന് ഓർത്താൽ നടക്കില്ല. ക്ലേ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കളർ ഇത് തുടങ്ങി, എനിക്ക് ഒട്ടും ക്ഷമയില്ല. റെഡ് കളർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ യൂസ് ചെയ്ത ക്ലേ പെയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രിലിക് പെയിൻ്റാണ്. ഒന്നാമത് അക്രിലിക് പെയിൻറ്റ് വാട്ടർ പ്രൂഫാണ്. എന്നാലും ഇതടിച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ക്ലേ വാർണിഷും കൂടി അടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കറ്റിനൊരു പ്രത്യേക തിളക്കാണ്. നല്ല ഗ്ലേസിങ്ങും ഉണ്ടാവും. വാട്ടർ പ്രൂഫാണ്. അധികം പെട്ടെന്നൊന്നും അത് ചീത്തയായി പോവില്ല. ബാക്കി കളറിങ് ഒക്കെ എന്താ നമ്മളുടെ ഒരു യുക്തി പോലെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അപ്പം കളറിങ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്. വെക്കേഷൻ തുടങ്ങി 1-2-3 ആഴ്ചയൊക്കെ ഭയങ്കര ഉന്മേഷവും ഉത്സാഹമൊക്കെ ആയിരുന്നു. പിന്നെ അത് മങ്ങി തുടങ്ങി, ഒരുതരം മടുപ്പായി. അപ്പോൾ നമ്മുടെ മനസ്സൊന്നും ഓക്കെ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലേയും ക്ലേ കിറ്റും ആർട്ടൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് ഇങ്ങനെയുള്ളൊരു രൂപത്തിലേക്കൊക്കെ കിട്ടും എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലേ ആർട്ടൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുടെ വീഡിയോസ് ശരിക്കും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കും അപ്പോൾ കഴിയും അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ തുടക്കത്തിലേ നിർത്തിക്കോളാൻ പറഞ്ഞോളാണ്ടോ. ഞാനിപ്പോൾ എൻ്റെ ലോക്കറ്റിൻ്റെ അവസാനത്തെ പണികളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ചെറിയ ഹാങ്ങിങ്സൊക്കെ ഇതെല്ലാം ക്ലേ വെച്ചിട്ട് തന്നെയായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ബീഡ്സും ചെറിയ ലോക്കറ്റൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലോക്കറ്റ് അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ത്രെഡ് ഇടാം. ബ്ലാക്ക് ത്രെഡ് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ബീഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മാല അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ ലോക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടുന്ന് ടെമു എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് വാങ്ങിയത്. നമ്മുടെ നാട്ടിലെ മീഷോ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് UAE ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലോക്കറ്റും എല്ലാം അതിൻ്റെ ബാക്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ലാസ്റ്റ് അതിൻ്റെ കോലം. ഇനിയുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.